PM-ശ്രീ പദ്ധതി സംബന്ധിച്ച വിവാദങ്ങൾ വന്നതോടെ അറിയാൻ പാടില്ലാതിരുന്ന ചില വിവരങ്ങൾ ഇപ്പോഴ് പുറത്തേക്ക് വരിക. അതിലൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ഭരണഘടനാ വിദഗ്ധനാണെന്ന് നമ്മളാരും ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. നല്ല മന്ത്രിയാണ്, എല്ലാവരോടും വളരെ സ്നേഹമായിട്ടൊക്കെ ഇടപെടും, അത്തരത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭരണഘടനയിൽ ഇത്രയ്ക്ക് ആഴത്തിലുള്ള അറിവുണ്ടെന്ന് നമുക്കറിയാമായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ഭരണഘടനയെ വ്യാഖ്യാനിച്ച് പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം. അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കുകയും സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥതലങ്ങൾ അദ്ദേഹം കണ്ടെത്തും. അത് നമ്മളോട് വിശദീകരിക്കുകയും ചെയ്യും. ഇത് പറയാൻ കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകളാണ്. അദ്ദേഹം പറഞ്ഞ എന്താ, ഈ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയി PM-ശ്രീ കരാറിൽ ഒപ്പുവെച്ചു. അത് വകുപ്പ് പറഞ്ഞിട്ടാ. വകുപ്പിലെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാം, മന്ത്രിക്ക് തീരുമാനിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അറിവെന്ന് പറയുന്നത് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ്. ഒരു മന്ത്രിക്ക് അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ്. അതൊക്കെ മന്ത്രിസഭയിൽ ഒരു അജണ്ട പേപ്പറായി വന്ന് അവിടെ ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കണം, മന്ത്രിസഭ തീരുമാനിക്കണം. എന്നിട്ടാണ് ഇത് നടപ്പാക്കാൻ സാധിക്കുക. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ പോലും മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. മറ്റു മന്ത്രിമാര് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. പക്ഷെ അദ്ദേഹം പറയുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹം തീരുമാനിച്ചാൽ മതിയെന്നാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എന്തായി? കൂട്ടുത്തരവാദിത്വം. മന്ത്രിമാര് തമ്മിൽ മന്ത്രിസഭയ്ക്ക് ഒരു കൂട്ടുത്തരവാദിത്വം വേണമെന്നാണ് പറയുന്നത്. ഒരു മന്ത്രിക്ക് പഴച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മറ്റെല്ലാവരും, അതായത് മന്ത്രിസഭ മൊത്തത്തിൽ ഏറ്റെടുക്കണമെന്നാണ് അതിന്റെ വ്യാഖ്യാനം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മുടെ ശിവൻകുട്ടിയാണ് പറയുന്നു, വിദ്യാഭ്യാസ വകുപ്പില് അദ്ദേഹം തീരുമാനിച്ചാൽ മതി, കാര്യങ്ങൾ നടത്താമെന്നാണ്. അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ വകുപ്പ് ഓരോ സാമ്രാജ്യമാണെന്നാണ്. ഓരോ വകുപ്പിലെയും മന്ത്രിമാർ അവിടുത്തെ രാജാക്കന്മാരാണെന്നാണ്. പിന്നെ സെക്രട്ടറിമാരുണ്ട്, ദിവാൻമാര്. അപ്പം രാജാവും സെക്രട്ടറിമാരും കൂടെ അങ്ങ് തീരുമാനിക്കുക, നടപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വകുപ്പിലെ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഈ രാജാവ് ഒരു തീരുമാനം എടുത്ത് അങ്ങ് നടപ്പാക്കിയാൽ അതിനെങ്ങനെയാണ് മറ്റു മന്ത്രിമാരുടെയും കൂടെ ഉത്തരവാദിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? എങ്ങനെയാണ് കൂട്ടുത്തരവാദിത്വം ഉണ്ടാവുക? ഇത് സാധാരണ ഒരു ഭരണപരമായ കാര്യമല്ല. അതാണെങ്കിൽ ആ മന്ത്രിക്ക് ചെയ്യാം. പക്ഷെ ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തെ തന്നെ ബാധിക്കുന്ന, കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്മേലുള്ള നയപരമായ ഒരു തീരുമാനമാണ്. അതായത് PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കണോ, അതുവഴി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ നടപ്പാക്കണോ? ചെറിയ കാര്യമല്ല. അത് എല്ലാ മന്ത്രിമാരും, മന്ത്രിസഭ, സർക്കാർ ഒന്നിച്ചിരുന്നെടുക്കേണ്ട തീരുമാനമാണ്. ഇതൊരു കൂട്ടുകക്ഷി ഭരണമാണ്. പല പാർട്ടിക്കാരെയും മുന്നണിയിലുണ്ട്. അത് CPM-ന്റെ മാത്രം തീരുമാനം അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. CPM-ന്റെ അഭിപ്രായമുണ്ട്, അത് മന്ത്രിസഭയിൽ വരുന്നു, മന്ത്രിസഭയിൽ അതിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഓക്കെ, നടപ്പാക്കാം. അതല്ലാതെ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടിരുന്നുകൊണ്ട് ഇത്തരം വളരെ നിർണായക കാര്യങ്ങളിൽ ഒരു മന്ത്രിക്ക് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? നമുക്ക് പല പല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ജലസേന മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതിയോ? അല്ലെങ്കിൽ ജലസേന മന്ത്രിയും തമിഴ്നാട്ടിലെ ജലസേന മന്ത്രിയുടെ കരാറ് ഒപ്പിട്ടാൽ മതിയോ? അതിന് മന്ത്രിസഭയുടെ എൻഡോഴ്സ്മെന്റ് വേണ്ടേ, അല്ലെങ്കിൽ അംഗീകാരം വേണ്ടേ? മന്ത്രിസഭ തീരുമാനിക്കണ്ടേ? അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ വകുപ്പിലെയും മന്ത്രിമാര് അവരവരുടെ സാമ്രാജ്യങ്ങളായിട്ട് അവരവരുടെ വകുപ്പുകളെ കണക്കാക്കി മുന്നോട്ട് പോയാൽ എവിടെ എത്തും? പിന്നെ എന്താണ് ജനാധിപത്യം? അതൊരു തരത്തിലുള്ള ഏകാധിപത്യമല്ലേ? പല മന്ത്രിമാര് ചേർന്ന് നടത്തുന്ന ഒരു ഏകാധിപത്യമായിട്ട് അതങ്ങ് മാറുകയില്ലേ? ഇനി അത്തരത്തിൽ മന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കാമെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ ഈ കേസ്, അതായത് PM-ശ്രീ എന്ന് പറയുന്ന വിഷയം സംബന്ധിച്ച കരാർ, അത് ഒപ്പിടണോ, അത് സ്വീകരിക്കണോ, അത് ഒപ്പിടാതിരിക്കണമോ എന്ന കാര്യം ഇപ്പോഴും മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. 2 തവണ മന്ത്രിസഭയുടെ മുൻപിൽ ആ വിഷയം വരികയും ആ 2 തവണയും തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുകയും ചെയ്തതാ. 2024 ഡിസംബർ 24-ാം തീയതിയും ഈ വർഷം ഏപ്രിൽ 9-ാം തീയതിയും ഇത് മന്ത്രിസഭ ചർച്ച ചെയ്താ, അജണ്ട പേപ്പറായിട്ട് വന്നതാ. അന്ന് CPM മന്ത്രിമാരെ എതിർത്തു. ഇത് വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ നടപ്പാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നതിലുള്ള എതിർപ്പ് CPI മന്ത്രിമാര് അറിയിച്ചു. കഴിഞ്ഞ മന്ത്രിസഭയിലും ഇത് അജണ്ടയുടെ ഭാഗമായിട്ട് വന്നില്ലെങ്കിലും CPI ഇവിടെ K രാജൻ ഇത് ഉന്നയിച്ചു. ഈ പ്രശ്നം, ഇത് ഒപ്പുവയ്ക്കുന്നത് സംബന്ധിച്ച വിവാദം നിലവിലുണ്ടല്ലോ, അതിൽ നമ്മൾ തീരുമാനമെടുക്കണ്ടേ എന്ന് K രാജൻ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. അപ്പം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിലാണ് ഇത് കരാർ ഒപ്പുവയ്ക്കാൻ.
അത് കെ രാജനോ CPI അറിയുന്നില്ല. അങ്ങനെ 2 തവണ മാറ്റിവെച്ച ഒരു വിഷയം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോഴും അത് മന്ത്രിസഭയുടെ പരിഗണനയിലിരിക്കുന്ന പെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ്. ഒരിക്കലും മന്ത്രിസഭയുടെ മുമ്പിൽ വന്ന ഒരു കാര്യം മന്ത്രിസഭ അതിന്മേൽ ഒരു തീരുമാനം എടുക്കാതെ എങ്ങനെ നടപ്പാക്കും? മനസ്സിലായില്ലേ? അതെങ്ങനെ പറ്റും? ഇതിപ്പോഴും മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്ന്. ആ വിഷയത്തിന്മേലാണ് ഇപ്പോൾ ഒരു തീരുമാനം വകുപ്പെടുത്തിട്ട് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റുമായിട്ട്. ഇനി ഈ വിഷയം മന്ത്രിസഭ പരിഗണിക്കേണ്ടതല്ലെങ്കിൽ, മന്ത്രി ശിവൻകുട്ടി സഖാവിന് നേരിട്ട് നടപ്പാക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നേരത്തെ 2 തവണ ക്യാബിനറ്റിൽ വന്നത്? നേരെ അങ്ങ് നടപ്പാക്കാമായിരുന്നല്ലോ. ഒരു ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കരാർ ഒപ്പുവയ്ക്കാമായിരുന്നല്ലോ. അന്നെന്താണ് ചെയ്യാതിരുന്നത്? പിന്നെ ഇപ്പോഴെന്താണ് ചെയ്തത്? അതാണ് CPI ചോദിക്കുന്നത്. ഇത്ര തിടുക്കത്തിൽ, ഒരു വൃത്തികെട്ട തിടുക്കം, അങ്ങനെ എന്തിനാണിത് ഒപ്പുവെച്ചത്? മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളിൽ അതിന്റെ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കേന്ദ്രം ഭീഷണിപ്പെടുത്തിയെന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുണ്ട്. എന്തിനു ഭീഷണിപ്പെടുത്തി? എന്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്തി? എന്താണ് കേന്ദ്രത്തോട് കേരള സർക്കാരിനുള്ള ഭയം? അത് സർക്കാരിന് മുഴുവനുള്ള ഭയമാണോ? മുഖ്യമന്ത്രിക്കുള്ള ഭയമാണോ? ശിവൻകുട്ടിക്കുള്ള ഭയമാണോ? മറ്റേതെങ്കിലും മന്ത്രിമാർക്കുള്ള ഭയമാണോ? അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? അല്ലാതെ ഇത്തരം വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ അങ്ങനെ നടത്തിയിട്ട് എന്താ കാര്യം? മന്ത്രിമാർക്ക് എന്തും പറയാനും തോന്നിവാസം ചെയ്യാനും അധികാരമുണ്ടെന്നൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആവശ്യം എന്താണെന്നേ? പിന്നെ എന്തിനാണ് നിയമസഭ? എന്തിനാണ് മന്ത്രിസഭ? എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ? നമ്മൾ കുറച്ച് മന്ത്രിമാരെ സൃഷ്ടിക്കുന്നു, അവരവരുടെ വകുപ്പുകളിലെ കാര്യങ്ങൾ അവർക്ക് തോന്നിയതുപോലെ തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. അത് മതിയല്ലോ. അങ്ങനെ സാധിക്കുമോ? പിന്നെ എങ്ങനെയാണ് ശിവൻകുട്ടി അണ്ണന് മാത്രമേ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒപ്പിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാവുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കരാറുകൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കരാറാവുമ്പോൾ രാഷ്ട്രപതിയും ഗവർണറുമാണ് അതിൽ ഒപ്പുവയ്ക്കേണ്ടത്. അവർ നേരിട്ട് വന്നിട്ട് ഒപ്പുവയ്ക്കുന്നു. അവർക്ക് വേണ്ടി അസൈൻ ചെയ്യപ്പെട്ട ആളുകൾ രാഷ്ട്രപതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർക്ക് വേണ്ടിയും, അത് സാധാരണ ഉദ്യോഗസ്ഥരായിരിക്കും. പക്ഷെ അതിനൊരു സംവിധാനമുണ്ട്. അങ്ങനെ ഒപ്പുവയ്ക്കേണ്ടത് ആരാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങണം. ഇപ്പൊ ഇവിടെ ഒപ്പുവെച്ചത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാ. അവരെ ഇതിനെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങണം. ഇറങ്ങിയിട്ടുണ്ടോ? CPI മന്ത്രിമാർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടോ? ആർക്കാണ് അതേപ്പറ്റി അറിയാവുന്നത്? അങ്ങനെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെ അവർക്ക് പോയിട്ട് ഈ കരാറിൽ ഒപ്പുവയ്ക്കാൻ പറ്റും? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാ. അപ്പോഴാണ് നമ്മുടെ ഭരണഘടനാ വിദഗ്ധൻ പറയുന്നത് ഏത് മന്ത്രിക്കും അദ്ദേഹത്തിന്റെ വകുപ്പിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ ചെയ്യാമെന്ന്. അതുപോലെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറാൻ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ അവകാശമുണ്ടെന്നാണ് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറയുന്നത്. അതായത് കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് ശരിയാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. ഇത് ഞങ്ങൾ 1400 കോടി രൂപ കിട്ടാൻ വേണ്ടി ഈ കരാർ ഒപ്പുവെച്ചു. രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഇതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ പിന്മാറാം. പക്ഷേ എന്താണ് കേന്ദ്രവും കേരളവും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ പറയുന്നത്? അത് വായിക്കാം. ഈ കരാറിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു റെസിൻഡ്, cancel, terminate the agreement in the interest of public by giving a notice of 30 days. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരാർ ഏതെങ്കിലും കാരണവശാൽ റദ്ദാക്കുകയോ അല്ലെങ്കിൽ പിൻവലിക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കും. അത് നടപ്പാക്കുന്നത് പൊതുജന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അതിന് അനുസൃതമല്ല എന്ന് മനസ്സിലാക്കിയാൽ കേന്ദ്ര സർക്കാരിന് ഇത് റദ്ദാക്കാം, പിൻവലിക്കാം, വേണ്ടെന്ന് വയ്ക്കാം. രണ്ടാമതൊരു ക്ലോസ് ഉണ്ട്. അതിങ്ങനെയാണ്: ഇൻ ദ ഈവന്റ് ഓഫ് എനി അമെൻമെന്റ്, ആൾട്ടറേഷൻ ഓർ മോഡിഫിക്കേഷൻ in the terms of the agreement, it shall be made through mutual consent of both the parties. മന്ത്രി പറയുന്നത് ഈ 2 കക്ഷികളും തമ്മിൽ കൂടിയാലോചിച്ച് പരസ്പരം യോജിക്കുകയാണെങ്കിൽ ഇത് പിൻവലിക്കാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഈ കരാറിൽ പറയുന്നത്. 2 കക്ഷികളും ആലോചിച്ച് അവരൊരു യോജിപ്പിലെത്തിയാൽ ഇതിൽ ചില ഭേദഗതികൾ വരുത്താം, ചില മാറ്റങ്ങൾ വരുത്താം, ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം. അതാണ് ഈ 2 കക്ഷികളും കൂടെ ചേർന്ന് ആലോചിച്ചു ചെയ്യേണ്ടത്. പക്ഷെ ഈ കരാർ റദ്ദാക്കാൻ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാൻ, പിൻവലിക്കാൻ അത് കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കും അധികാരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു റെസിൻഡ്,
cancel, terminate the agreement in the interest of public by giving a notice of 30 days. അതും ഒരു 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഈ നടപടികളിലേക്ക് നീങ്ങാൻ കേന്ദ്രത്തിന് മാത്രമാണ് അധികാരമുള്ളത്. ആ അധികാരം അവർക്ക് മാത്രമായിട്ട് നീക്കി വച്ചിരിക്കുക. എന്നിട്ടാണ് മന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ആലോചിച്ച് ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ റദ്ദാക്കാവുന്നത്. ഇതാരോടാ പറയുന്നത്? ഇത് മനസ്സിലാക്കാൻ സാധാരണ ഇംഗ്ലീഷ് പരിജ്ഞാനം മതി, അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിക്കുള്ള അത്ര ഇംഗ്ലീഷ് പാണ്ഡിത്യം വേണമെന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കരാറിൽ ഒരു വ്യവസ്ഥ കൂടെ വെച്ചിട്ടുണ്ട്, അതുകൂടെ കേൾക്കാം. In the event of any dispute or differences arising with respect to the interpretation, terms and condition and execution of the agreement, the parties shall render all possible steps to settle the matter amicably. Parties will be at liberty to seek appropriate remedy in appropriate forum within the jurisdiction at Delhi. എന്തെങ്കിലും തർക്കമോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ തമ്മിൽ ആലോചിച്ച് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് പറ്റുന്നതിൽ കോടതിയെ സമീപിക്കാൻ പറ്റും, അതും ഡൽഹിയിൽ മാത്രം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ മന്ത്രി പറയുന്നത് കേരളം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞോണ്ടേ ഈ കരാർ അങ്ങ് റദ്ദാക്കാം. അതായത് ഈ കാശ് കിട്ടിക്കഴിഞ്ഞാല് അത് പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാല് അതെടുത്ത് സർക്കാർ ധൂർത്തടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ കരാറിൽ നിന്ന് പിന്മാറാം എന്നാണ്. എത്ര സിമ്പിളാ അല്ലേ? PMC കരാർ നമുക്ക് വേണ്ട, ഒപ്പിട്ടത് ഈ പണം കിട്ടാൻ വേണ്ടി മാത്രമാണ്, നമുക്ക് ഏത് നിമിഷവും പിന്മാറാം എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അതുപോലെ അദ്ദേഹം നേരത്തെ ഒരു വാചകം പറഞ്ഞു, ഇതൊരു തന്ത്രമാണെന്ന്. ഈ ഒപ്പിട്ടത് ഒരു വലിയ തന്ത്രമാണെന്ന്. അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. PMC നടപ്പാക്കും, എന്നാൽ NEP നടപ്പാക്കില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ല. കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാനുള്ള അടവ് നയമാണിത്. അതായത് PMC നടപ്പാക്കില്ല, NEP നടപ്പാക്കില്ല. ഇപ്പൊ ഈ കരാറിൽ ഒപ്പുവെച്ചത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസ വാങ്ങിച്ചെടുക്കുന്നതിനുള്ളൊരു അടവ് നയമാണ്. ഇത് രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ ശ്രീ തോമസ് ഐസക് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ PMC എന്ന് പറയുന്നത് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള ഒരു ഉപാധിയാണ്. പിന്നല്ലാതെ PMC നടപ്പാക്കും, NEP നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് അടവ് നയമാകുന്നത്? ഇതിലൊരു വലിയ തന്ത്രം ഒളിച്ചിരിപ്പുണ്ട്. ഒപ്പുവെച്ചത് തന്ത്രമാണെന്ന് പറയുന്ന ശിവൻകുട്ടി, ഇതൊരു അടവ് നയമാണെന്ന് പറയുന്ന തോമസ് ഐസക്. ഇതൊരു കാപ്സ്യൂളാ ജനങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് അണികൾക്കിടയിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു കാപ്സ്യൂള്. നാളെ CPM നമ്മളോട് പറയും, പിണറായി വിജയൻ അടക്കമുള്ളവർ നമ്മളോട് പറയും, അതായത് ഞങ്ങൾ ഇത് നടപ്പാക്കാനൊന്നും പോകുന്നില്ല, ഈ നയങ്ങളോടൊക്കെ ഞങ്ങൾക്ക് എതിർപ്പായി, വിദ്യാഭ്യാസ നയത്തോട്, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് ഞങ്ങളാരും നടപ്പാക്കത്തില്ല, ഞങ്ങൾ പൈസ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാ. ഈ ഒരു കാപ്സ്യൂൾ ജനങ്ങൾക്കിടയിലേക്ക്, പ്രത്യേക അണികൾക്കിടയിലേക്ക്, അവരുടെ സാധാ പ്രവർത്തകര്, സഹാക്കള് ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഇതുവരെ BJP-ക്കും സംഘപരിവാരത്തിനും എതിരായിട്ട് നമ്മളാണ് ഫൈറ്റ് ചെയ്യുന്ന ഏക പാർട്ടി, ഇന്ത്യയിലെ തന്നെ ഏക കക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ കോൺഗ്രസിനെയൊക്കെ വിമർശിച്ചിട്ട് ചാമ്പ്യനായി നിന്നതാ. ആന്റി RSS, ആന്റി BJP ലൈനിന്റെ ചാമ്പ്യൻ. അങ്ങനെ നിന്ന പാർട്ടി ഇപ്പൊ BJP-യുടെ കാവ്യവൽകൃത വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള PMC-യിൽ ഒപ്പുവെച്ചിട്ട് നിൽക്കുക. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയും ഇതൊരടവാണ്, ഇതൊരു സൂത്രപ്പണിയാ, നമ്മളത് നടപ്പാക്കാൻ പോകുന്നില്ല. അപ്പൊ അണികള്, സഹാക്കള് പറയും നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ എന്തോ ഒരു മിടുക്കന, മോഡിയെ വരെ അല്ലയോ ഈ അടവ് നയത്തിലൂടെ തോൽപ്പിച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ ശിവൻകുട്ടി അണ്ണനും തോമസ് ഐസക്കും ഒന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങള് വെറും പൊട്ടന്മാരല്ല. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ നടപ്പാക്കില്ലെന്നും പണത്തിനു വേണ്ടി മാത്രമായിരുന്നു ഒപ്പിട്ടതെന്നും പറഞ്ഞാൽ ഉടനെ കാശ് ഇങ്ങോട്ട് തരാൻ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരും പൊട്ടന്മാരല്ല. നിങ്ങൾ മാത്രമല്ല ബുദ്ധിമാന്മാർ. അത് മനസ്സിലാക്കുക, അത് ഓർക്കുക.